ജനുവരി 5 എപ്പിഫനി കഴിഞ്ഞുള്ള തിങ്കളാഴ്ച. മത്തായി 4:12 മുതൽ 17 വരെയും 23 മുതൽ 25 വരെയും വാക്യങ്ങൾ. ഒരു ഞായറാഴ്ച രാത്രി ഒരു യുവാവ് തൻ്റെ കിടക്കൈക്കരികിൽ ഒറ്റയ്ക്ക് മുട്ടുകുത്തി. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ള പ്രേരണയാലല്ല, മറിച്ച് ഗൗരവമേറിയ ഒരു ആത്മാന്വേഷണത്തിൻ്റെ ഫലമായിരുന്നു. ഒടുവിൽ യേശുക്രിസ്തുവിന് സ്വയം പൂർണ്ണമായും തുറന്നു കൊടുക്കേണ്ട സമയം വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ ആ മുറിയിലെ ഇരുട്ടിൽ ആ യുവാവ് തൻ്റെ മനസാക്ഷിയെ പരിശോധിക്കുകയും തൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധ്യമാക്കിയതിന് യേശുവിനോട് നന്ദി പറയുകയും ചെയ്തു. പിറ്റേന്ന് അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ഇതാ യേശു വാതിൽക്കൽ വന്നു മുട്ടുന്നു. ഞാൻ അവൻ്റെ വാക്ക് കേട്ടു. ഇപ്പോൾ അവൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു. അവൻ അതിനെ ശുദ്ധീകരിച്ചു. ഇപ്പോൾ അതിനെ ഭരിക്കുന്നത് യേശുവാണ്. ഇന്നത്തെ സുവിശേഷ വായന മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് തൊട്ടു പിന്നാലെ സംഭവിക്കുന്ന യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തെക്കുറിച്ചാണ്. യേശു പ്രസംഗിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരം എന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് സഹതാപം തോന്നുക മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെയും ദിശയുടെയും സമൂലമായ മാറ്റമാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി അവനിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനമാണിത്. മാനസാന്തരത്തിലേക്കുള്ള ഈ ആഹ്വാനം ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാനുള്ള ഒരു ക്ഷണമാണ്. രോഗശാന്തിയും സമാധാനവും നീതിയും വാഴുന്ന ഒരു രാജ്യം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് ഒരു പുതിയ ജീവിത പന്ഥാവിലേക്ക് നമ്മെ നയിക്കാൻ അവനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. യേശുവിൻ്റെ ആഹ്വാനത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? പഴയത് ഉപേക്ഷിച്ച് അവൻ വാഗ്ദാനം ചെയ്യുന്ന പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ യേശു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. യേശു രോഗികളെ സുഖപ്പെടുത്തി, ദുർബോധങ്ങളെ പുറത്താക്കി, ഓരോരുത്തർക്കും അവരുടെ ആവശ്യമനുസരിച്ച് അവരെ ശുശ്രൂഷിച്ചു. ഈ മനുഷ്യനെ കാണാൻ ജനങ്ങൾ പല നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഗലീലയിലേക്ക് എത്തി. അവൻ്റെ പ്രസംഗം കേൾക്കാനും സൗഖ്യം പ്രാപിക്കാനും അവർ വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും യേശുവിൻ്റെ കാൽക്കൽ ഒത്തുകൂടാം. അവൻ നമ്മോട് പറയുന്നത് എന്താണെന്ന് ശ്രവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ പ്രത്യാശിക്കുന്നതുമായ കാര്യങ്ങൾ അവനോട് പറയാം. യേശു നമ്മുടെ വാക്കുകൾ കേൾക്കുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? യേശു നമ്മെ സുഖപ്പെടുത്തുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ പ്രത്യാശയും ആശ്രയവും യേശുവിൽ അർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ നിരാശപ്പെടുത്തുകയില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.